രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ തീരുമാനമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള രണ്ടാമത്തെ പീഡന കേസിൽ രാഹുലിന് ഉപാധികളോടുകൂടി മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ആദ്യ കേസിൽ നേരത്തെ തന്നെ നോട്ട് ടു അറസ്റ്റ് ഉണ്ട് 15-ാം തീയതി വരെ. അതിനിടയിലാണ് ഈ രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി വെളിച്ചത്ത് വരാൻ പോകുന്നു. ഏതാണ്ട് 12-13 ദിവസം ഒളിവിലിരുന്നതിന് ശേഷം, ഇതിൽ പരാതി വന്നതിന് ശേഷം അന്വേഷണം മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പൊതുമധ്യത്തിലേക്ക് വരാൻ പോവുകയാണ്. എന്താണ് രാഹുലിൻ്റെ ഇത് സംബന്ധിച്ചുള്ള നീക്കം എന്നത് സംബന്ധിച്ച് വ്യക്തതകൾ ഈ ഘട്ടത്തിൽ ഇല്ല. മറ്റൊന്ന്, ഇതിനൊപ്പം വളർന്നു വന്ന രാഷ്ട്രീയ വിവാദമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ മുഖമുള്ള പരാതികളുണ്ടോ എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചോദ്യം നമ്മൾ കേട്ടതാണ്. പിന്നീട് മുഖമുള്ള പരാതികൾ വരുന്നു. അതൊന്നല്ല, 2 പരാതികളാകുന്നു. ഗുരുതര സ്വഭാവത്തിലുള്ള പരാതികളാവുന്നു. അതിനുശേഷം അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ. കോൺഗ്രസിൽ അപ്പോഴും നടപടി സ്വീകരിക്കാതെ കാത്തുനിന്ന കോൺഗ്രസ് ആദ്യഘട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക മാത്രമാണ് ചെയ്തതെങ്കിൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആർ ശ്രീജിത്ത് കൂടി വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ വിവാദം കേസൊക്കെ രൂപപ്പെടുന്ന ഘട്ടത്തിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ കോൺഗ്രസിനകത്ത് നിന്ന് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ പിന്നീട് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്ന ഘട്ടത്തിലേക്കും കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന നിലപാട് സ്വീകരിച്ചു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് വരുമ്പോൾ, വെളിച്ചത്തേക്ക് വരുമ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയോ ന്യായീകരിക്കേണ്ട ബാധ്യതയോ കോൺഗ്രസ് നേതൃത്വത്തിന് പൂർണ്ണമായില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലിരിക്കുന്ന ഘട്ടത്തിലുമൊക്കെ ഈ സൈബർ അധിക്ഷേപങ്ങൾ, രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ വെട്ടുകിളികളുടെ നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ മുൻകൂർ ജാമ്യം എന്നുള്ളത് ഒരു ആയുധമാക്കി അവരൊക്കെ ഇനി തലപൊക്കുമോ ആർഷീത്? ശ്രീജിത്ത്, 2 കേസുകളിലും 2 അതിജീവിതകളുടെ പരാതിയിന്മേലുള്ള കേസുകളിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിനെ 15 വരെ അറസ്റ്റ് ചെയ്യരുത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിർദ്ദേശം. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ, കുറച്ചുകൂടി ഗുരുതരമെന്ന് കരുതുന്ന രണ്ടാമത്തെ പരാതിയിലും ഇപ്പോൾ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണെങ്കിലും മുൻകൂർ ജാമ്യം ലഭിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് വ്യക്തിപരമായി ആശ്വാസകരമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അത്തരം ജാമ്യത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടത്തിൻ്റെയോ ഉത്തരവാദിത്തമോ ആശ്വാസം കൊള്ളലോ ഏറ്റെടുക്കേണ്ട സാഹചര്യം കോൺഗ്രസിനില്ല. കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ വേണമെങ്കിൽ അദ്ദേഹം സാങ്കേതികമായി കോൺഗ്രസ് പിന്തുണയോടുകൂടി ജയിച്ചു കയറുന്ന MLA ആണ് എന്ന് പറയാം. അത്രമാത്രമാണ് അദ്ദേഹത്തിന് കോൺഗ്രസുമായിട്ടും UDF-ഉമായിട്ടുള്ള ബന്ധം. എന്നാൽ ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ തന്നെ തനിക്കെതിരെ രാഷ്ട്രീയ പ്രേരിതമായ പരാതിയാണ്. ഈ അടിക്കടി 2 പരാതികൾ വന്നതിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എന്ന കാര്യമാണ് മുൻകൂർ ജാമ്യാപേക്ഷയിലും മറ്റും രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകർ വാദിച്ചിരുന്നത്. അത്തരം വാദങ്ങൾ കുറച്ചുകൂടി ശക്തമായി പൊതുമണ്ഡലത്തിലും മറ്റും ഉന്നയിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സൈബർ സംഘങ്ങളുമൊക്കെ ശ്രമിച്ചേക്കുമെന്നതാണ് ഇപ്പോഴത്തെ വിധി മൂലം ഉണ്ടാകാൻ പോകുന്ന ഒരു സ്വാഭാവികമായ ഫലം. എന്നാൽ കോൺഗ്രസ് നേതൃത്വം ഇന്ന് രാവിലെ തന്നെ KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് കണ്ണൂർ നൽകിയ പ്രതികരണത്തിൽ ഈ രണ്ടാമത്തെ പരാതി ആസൂത്രിതമാണ് എന്ന് സംശയിക്കാവുന്ന ചില പ്രതികരണങ്ങൾ നടത്തി. വളരെ സണ്ണി ജോസഫ് ഒരു അഭിഭാഷകൻ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്താൽ വളരെ ലീഗൽ അഡ്വൈസിൻ്റെ സഹായത്തോടു കൂടി തയ്യാറാക്കിയ ഒരു വെൽ റിട്ടൺ പരാതിയാണ് തനിക്ക് ലഭിച്ചത്. മാത്രമല്ല, ഇത്തരമൊരു പരാതി ലഭിക്കുന്നതിനും തനിക്ക് വരുന്നതിന് മുമ്പ് തന്നെ മാധ്യമങ്ങൾക്ക് ഈ പരാതിയുടെ കോപ്പി ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെങ്കിലും തങ്ങൾക്ക് രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കിയ ഒരു വിഷയത്തിൽ വന്ന പരാതി സ്വാഭാവികമല്ല എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ ദിലീപ് നടി ആക്രമിക്കപ്പെട്ട കേസ് കൂടിൻ്റെ വിധി കൂടി വന്ന് സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ ഉള്ള ഒരു പുതിയ പരാമർശങ്ങളൊന്നും ഇനി കോൺഗ്രസ് നേതൃത്വത്തിൽ വരാൻ സാധ്യതയില്ല എന്നാണ് ഈ ഘട്ടത്തിൽ എനിക്ക് മനസ്സിലാകുന്നത്. ശ്രീത്ത്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. ഇന്ന് നേരത്തെ ആർ ശ്രീത്ത് ചൂണ്ടിക്കാട്ടിയതുപോലെ KPCC അധ്യക്ഷൻ നടത്തിയ പ്രതികരണം അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. ഈ അതിജീവിത നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടാണത്. തനിക്ക് ആ പരാതി കിട്ടുന്നതിന് മുമ്പേ തന്നെ മാധ്യമങ്ങൾക്ക് നിങ്ങൾക്ക് ആ പരാതി കിട്ടിയിരുന്നല്ലോ, അതിന് പിന്നിലൊരു ലീഗൽ ബ്രെയിൻ ഉണ്ട് എന്ന പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. പൂർണ്ണമായി അതിജീവിതയെ പിന്തുണയ്ക്കേണ്ട ഘട്ടത്തിൽ അവരെ സംശയനിഴലിൽ നിർത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നത് ഖേദകരമല്ലേ ആർഷീത്? തീർച്ചയായും ഇന്നലെ അടൂർ പ്രകാശ് MP നടത്തിയ പരാമർശം, അതായത് നടി ആക്രമിക്കപ്പെട്ട
കേസിൽ കുറ്റമുക്തരാക്കപ്പെട്ട ദിലീപിനെ അനുകൂലിച്ചുകൊണ്ട് UDF കൺവീനറും MP-യുമായ അടൂർ പ്രകാശ് നടത്തിയ പ്രതികരണത്തിനോട് ഏതാണ്ട് സമാനമെന്ന് പറയാവുന്ന ഒരു പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്നുണ്ടായത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സണ്ണി ജോസഫ് കേവലം KPCCയുടെ അധ്യക്ഷൻ മാത്രമല്ല, അദ്ദേഹം ഒരു പ്രാക്ടീസിംഗ് ലോയർ കൂടിയായിരുന്നു, ക്രിമിനൽ അഭിഭാഷകനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രതികരണങ്ങളുടെ ലീഗൽ ഇംപ്ലിക്കേഷൻസും മറ്റു വരുംവരായികളെക്കുറിച്ചും നല്ല ബോധ്യമുള്ള ആളാണ്. അങ്ങനെ ഒരാളിൽ നിന്ന് ഇത്തരമൊരു പ്രതികരണം ഉണ്ടായത് തീർത്തും അതിജീവിതയ്ക്കെതിരായ പരാമർശമാണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ പരാമർശം രാഷ്ട്രീയ വിവാദമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രണ്ടാമത്തെ പരാതിയിലും മുൻകൂർ ജാമ്യം ലഭിച്ച സാഹചര്യത്തിൽ ഇവിടെ KPCC അധ്യക്ഷൻ ചൂണ്ടിക്കാണിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഈ അതിജീവിതയ്ക്കെതിരായ ഒരു പരാമർശമായിരിക്കില്ല, മറിച്ച് ആ പരാതിക്ക് പിന്നിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന ഒരു പൊളിറ്റിക്കൽ അലിഗേഷൻ ഉന്നയിക്കാനായിരിക്കണം. എങ്കിൽ പോലും അത് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം ഉന്നയിക്കുമ്പോഴും അതിജീവിതയ്ക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അതിജീവിതയെ കുറ്റക്കാരാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് സംശയത്തിന് നിഴലിൽ നിർത്തുന്ന ഒരു തരത്തിലും പരാമർശമായി പോയി സണ്ണി ജോസഫിൽ നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ ഒരു ആർക്കും തർക്കമുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് ഏത് വിധേയതയാണോ ദിലീപിനെ പിന്തുണച്ച് ഒരു വിവാദത്തിലെത്തിയത്, അതിന് സമാനമായ പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൽ നിന്നും ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ശരി, ശ്രീത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഷഫീദ് റാവുത്തറും. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസകരമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരികയാണ്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന് ഉപാധികളോടുകൂടി ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. ഇതോടുകൂടി ഒളിവ് ജീവിതം മതിയാക്കി രാഹുൽ മാങ്കൂട്ടത്തിന് പുറത്തേക്ക് വരാൻ കഴിയും. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ തുടർ നീക്കം എന്നത് സംബന്ധിച്ചൊക്കെ ഇനി വരുന്ന മണിക്കൂറുകളിൽ വ്യക്തത വരും. അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങളുമൊക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.